സിനിമയിൽ ഡ്യൂപ്പില്ലാതെ ഒരുപാട് റിസ്ക് ഉള്ള ആക്ഷൻ അഡ്വഞ്ചർ സീനുകൾ കൈകാര്യം ചെയ്ത നടന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരുപക്ഷെ ജയൻ, ടോം ക്രൂസ്, ജാക്കി ചാൻ, ടോണി ജായ് എന്നിവരായിരിക്കാം. ഇവരൊക്കെ ജീവൻ പണയം വെച്ച് റിസ്ക് എടുത്ത് ഓരോ സീനുകൾ അഭിനയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഉള്ളിടത്തോളം കാലം ഇവർ റിസ്ക് എടുത്ത് ചെയ്ത അഡ്വഞ്ചർ പരിപാടികളുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. എന്നാൽ ഇത്രയും വലിയ റിസ്ക് എടുത്ത് ആക്ഷൻ ചെയ്യുന്ന ലോകത്തിലെ പ്രമുഖരായ വ്യക്തികൾക്ക് ഒരു കോമ്പറ്റീഷനായി അല്ലെങ്കിൽ ഒരു കമ്പാരിസനായിട്ട് വേണ്ടി മനഃപൂർവ്വം സ്വന്തം ജീവൻ പണയം വെച്ച് റിസ്ക് എടുത്ത സിനിമകൾ ചെയ്ത ഒരു താരം നമ്മുടെ ഇന്ത്യൻ സിനിമയിലുണ്ട്. അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്. അയാൾ ചെയ്തു വെച്ച പരിപാടികൾ അധികമാർക്കും അറിയില്ല എന്ന് മാത്രമല്ല, കേട്ടാൽ രോമാഞ്ചം കൊണ്ട് നമ്മൾ തന്നെ അറിയാതെ എഴുന്നേറ്റ് നിൽക്കും. അത് മറ്റാരുമല്ല, ഇന്ത്യൻ സിനിമയുടെ സ്വന്തം കില്ലാടിയായ അക്ഷയ് കുമാർ എന്ന കില്ലാടി കുമാറാണ്. എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ആക്ഷൻ അഡ്വഞ്ചർ സീനുകൾ ചെയ്ത അക്ഷയ് കുമാറിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ടു ബോക്സ് ഓഫീസ്. ഞാൻ പ്രധാനമായും ഒരു നടനല്ല, പകരം ഒരു സ്റ്റണ്ട്മാൻ ആണെന്ന് പരസ്യമായി പറഞ്ഞൊരു നടനാണ് അക്ഷയ് കുമാർ. I don't call myself an actor first, I call myself a stuntman first. തനിക്ക് ജന്മനാ കിട്ടിയ ഫിസിക്കൽ സ്ട്രെങ്തും ധൈര്യവും ഉപയോഗിച്ച് അക്ഷയ് കുമാർ ലോകത്തെ ഞെട്ടിച്ച ചില ഗംഭീര ആക്ഷൻ അഡ്വഞ്ചർ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 90കളിൽ ഖാൻമാരെല്ലാവരും റൊമാന്റിക് സിനിമകൾ ചെയ്ത് നടക്കുമ്പോൾ ഒരു 25-കാരൻ കില്ലാടി എന്ന പേരിൽ ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ സിനിമ ചെയ്തു, അതും ഡ്യൂപ്പില്ലാതെ. സിനിമ ഹിറ്റായതിനു ശേഷം അക്ഷയ് കുമാർ കില്ലാടി ഫ്രാഞ്ചൈസി ആരംഭിക്കുകയും പിന്നീട് കില്ലാടി ചേർത്ത് ഒരുപാട് സിനിമകളിൽ അക്ഷയ് കുമാർ അഭിനയിക്കുകയും ചെയ്തിരുന്നു. മെയിൻ കില്ലാടി, തൂ അനാരി, സബ്സെ ബഡ കില്ലാടി, ഇന്റർനാഷണൽ കില്ലാടി, കില്ലാടി 420, കില്ലാടി 786, കില്ലാഡിയോം ക്യാ കില്ലാടി, അങ്ങനെ ഒരുപാട് സിനിമകൾ. 2000-ൽ പുറത്തിറങ്ങിയ കില്ലാടി 420 എന്ന സിനിമയിലെ ഒരു ഭാഗത്തായി നായികയെ രക്ഷപ്പെടുത്താനായി അക്ഷയ് കുമാർ ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയിനിലേക്ക് ചാടിക്കയറി തൂങ്ങിക്കിടന്നുകൊണ്ട് പ്ലെയിൻ ആകാശത്തേക്ക് പറക്കുന്നതുവരെ പ്ലെയിനിൽ ഒരു റോപ്പുമില്ലാതെ തന്റെ ശക്തിയായ കയ്യെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം റിസ്ക് എടുത്തു. പറന്നുയർന്ന പ്ലെയിനിന്റെ മുകളിൽ നിൽക്കുന്ന അക്ഷയ് കുമാറിനെ കണ്ട പ്രേക്ഷകര് അക്ഷരാർത്ഥത്തിൽ വാ പൊളിച്ചുപോയി. പ്ലെയിനിൽ നിന്നും പിന്നീട് താഴെ പാരച്യൂട്ട് ബലൂണിലേക്ക് ചാടുകയും ഒരു കയറിന്റെ സഹായത്തോടു കൂടി താഴേക്കിറങ്ങി പിന്നീട് വില്ലനുമായി ഒരു ഫൈറ്റും. ഈ ഒരു ഹൈ വോൾട്ടേജ് അഡ്വഞ്ചർ ചെയ്യുന്നതിനുള്ള കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള ആക്ഷൻ സ്റ്റാറുകൾക്ക് ഒരു കോമ്പറ്റീഷനായി ഒരു നടൻ ഇന്ത്യയിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയും കൂടിയായിരുന്നു. അതിനെന്തായാലും റിസൾട്ട് കണ്ടു. സിനിമ ഹിറ്റായി എന്ന് മാത്രമല്ല, അക്ഷയ് കുമാറിന്റെ പ്രകടനം രാജ്യത്തിന്റെ അതിർത്തികൾ കടന്ന് അംഗീകരിക്കപ്പെട്ടു. ഈ സീനെല്ലാം ഒറ്റ ഷോട്ടിൽ ചെയ്തു എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം. അക്ഷയ് കുമാറിന്റെ ആ ഒരു റിസ്കിനെ കുറിച്ച് കൂടെ അഭിനയിച്ച താരങ്ങൾ തന്നെ ഒരുപാട് ഇന്റർവ്യൂകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു സിനിമയാണ് 98-ലെ അങ്കാരെ. വളരെ കൂളായി ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു ബിൽഡിംഗിന്റെ 7ാമത്തെ ഫ്ലോറിൽ നിന്നും 4ാമത്തെ നിലയിലേക്ക് അക്ഷയ് കുമാർ ചാടുന്നുണ്ട്. അതിനുശേഷം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസിന്റെ മുകളിൽ നിന്നും മറ്റൊരു ബസ്സിലേക്ക് ചാടി തലകീഴായി തൂങ്ങിക്കിടന്നുകൊണ്ട് മിനിറ്റുകളോളം അഭ്യാസ പ്രകടനം നടത്തുന്നു. അക്ഷയ് കുമാറിന്റെ ഡ്യൂപ്പില്ലാത്ത ഈ ഒരു പെർഫോമൻസ് കണ്ട് സിനിമയുടെ സംവിധായകൻ വരെ പേടിച്ച് ബഹളം വെച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നു. എന്നാൽ അക്ഷയ് കുമാറിന്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് പരിപാടിയാണ് ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്നുകൊണ്ടുള്ള വരവ്. നോക്കൂ, എന്ത് ഈസി ആയിട്ടാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്നുകൊണ്ടുള്ള അഭ്യാസ പ്രകടനം അക്ഷയ് കുമാർ ഒരുപാട് സിനിമകളിൽ പല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. 1993-ലെ അശാന്ത് എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു ഹെലികോപ്റ്ററിൽ നിന്നും റോപ്പിന്റെ സഹായത്തോടു കൂടി അദ്ദേഹം തൂങ്ങിയിറങ്ങുന്നത് കാണാം. ഹെലികോപ്റ്ററിൽ നിന്നും റോഡിലേക്ക് തൂങ്ങിയിറങ്ങിയതിനു ശേഷം പിന്നീട് ഗ്രാവിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് തലകീഴായും അല്ലാതെ മറ്റ് അഭ്യാസ പ്രകടനങ്ങൾ വേറെ. ഈ സിനിമയിലെ ഒരു പാട്ടിനിടയിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവമാണ് ഒരു ബസ് സ്റ്റോപ്പിന്റെ റൂഫിന്റെ മുകളിൽ നിന്നും ഉയരമുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ മുകളിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും തലകീഴായി ചാടി ഓടി അഭ്യാസ പ്രകടനം നടത്തുന്ന അക്ഷയ് കുമാറിനെ. എത്ര ഫ്ലെക്സിബിൾ ആയിട്ടാണ് അദ്ദേഹം ഒരു ഡ്യൂപ്പിന്റെയും അധികം സേഫ്റ്റി മെഷറിന്റെയും സഹായമില്ലാതെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ചെയ്യുമ്പോൾ അക്ഷയ് കുമാറിന്റെ പ്രായം വെറും 26 വയസ്സാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1999-ലെ കില്ലാടി സീരീസുകളിൽ ഒന്നായ ഇന്റർനാഷണൽ കില്ലാടിയിൽ പറക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്നും അദ്ദേഹം എടുത്തു ചാടി കാറിലേക്ക് വീണിട്ടുള്ള അഡ്വഞ്ചർ പരിപാടി കാണിക്കുന്നുണ്ട്. ആ സീനൊക്കെ ഒരൊറ്റ ടേക്കിൽ അക്ഷയ് കുമാർ കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം ആ സിനിമയിലെ ഒരു ഭാഗത്തായി അക്ഷയ് കുമാർ ഒരുപാട് റിസ്ക് എടുത്ത് സ്കൈ ഡൈവ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ സീനിൽ അക്ഷയ് കുമാറിന്റെ കൂടെ അഭിനയിക്കുന്ന നായികയ്ക്ക് പേടിയായതുകൊണ്ട് മാത്രം കുറച്ച് സീനുകളിൽ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. ഹെലികോപ്റ്റർ മാത്രമല്ല, ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന വിമാനത്തിൽ നിന്നും അക്ഷയ് കുമാർ ഒരുപാട് അഭ്യാസ പ്രകടനം നടത്തിയിട്ടുണ്ട്. 1996-ലെ സാപൂട്ട് എന്ന സിനിമയിലാണ് ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുന്ന വിമാനത്തിൽ പിടിച്ചുകൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങളും സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന അക്ഷയ് കുമാറിനെയും കാണിക്കുന്നത്. ആ സീനിൽ അക്ഷയ് കുമാർ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്തെങ്കിലും കുറച്ചു ഭാഗത്തായി ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നുവെന്നും പറയപ്പെടുന്നു. അക്ഷയ് കുമാറിന്റെ കരിയറിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് 2009-ലെ ബ്ലൂ എന്ന സിനിമ. സിനിമയിലെ ഒരു ഭാഗത്തായി കടലിലേക്ക് അക്ഷയ് കുമാറിന്റെ കഥാപാത്രം ചാടുകയും അവിടെയുള്ള സ്രാവുകൾക്കിടയിലൂടെ അഭ്യാസ പ്രകടനം നടത്തുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇതിനുവേണ്ടി 80 അടിയോളം താഴ്ചയിൽ
35ഓളം സ്രാവുകളുടെ ഒപ്പം അക്ഷയ് കുമാർ റിസ്ക് എടുത്ത് അഭിനയിക്കുകയും ആ സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അക്ഷയ് കുമാറിന്റെ തല ഷിപ്പിൽ കൊണ്ടിടിക്കുകയും തലയിൽ നിന്നും വന്ന ബ്ലഡ് സ്രാവുകളെ ആകർഷിപ്പിക്കുകയും പിന്നീട് ആ സ്രാവുകൾ അക്ഷയ് കുമാറിനെ ആക്രമിക്കാൻ വരികയും അക്ഷയ് കുമാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് അക്ഷയ് കുമാറും സിനിമയിലെ അണിയറ പ്രവർത്തകരും പല ഇന്റർവ്യൂകളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2008 സിംഗ് ഈസ് കിങ് എന്ന സിനിമയിലെ ഒരു ആക്ഷൻ സീനിനിടയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഒരു എലിവേറ്ററിൽ നിന്നും മറ്റൊരു എലിവേറ്ററിലേക്ക് അക്ഷയ് കുമാർ എടുത്തു ചാടിയതും ഡ്യൂപ്പില്ലാതെ തന്നെയാണ്. 2010 ഹൗസ്ഫുൾ 3 എന്ന കോമഡി സിനിമയിൽ തമാശ പറഞ്ഞുകൊണ്ട് 45 അടി ഉയരത്തിലുള്ള ഒരു ബാൽക്കണിയിൽ നിന്നും അദ്ദേഹം ചാടാൻ ശ്രമിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു രംഗമുണ്ട്. 45 അടിയോളം ഉയരത്തിലുള്ള ആ ഒരു ബാൽക്കണിയിൽ തൂങ്ങിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം മിനിറ്റുകളോളം ഡയലോഗുകൾ പറയുന്നുണ്ട്. 2009 സിനിമയായ തസ്വീറിൽ അക്ഷയ് കുമാർ ഒരു ലിഫ്റ്റിൽ നിന്നും വളരെ സിമ്പിളായി എടുത്ത് ചാടുകയും പിന്നീട് 160 അടി താഴ്ചയിലെ ഒരു പാറക്കുളത്തിലേക്ക് ഓടി വന്ന് ജീവൻ പണയം വെച്ച് ഡ്യൂപ്പില്ലാതെ റിസ്ക് എടുത്ത് ചാടുകയും ചെയ്യുന്നുണ്ട്. കില്ലാടി സീരീസിലെ മറ്റൊരു സിനിമയായ 1996 കില്ലാഡിയോം ക കില്ലാഡിയുടെ ക്ലൈമാക്സിൽ കാലിൽ കയറ് കെട്ടി ഒരു പാലത്തിൽ നിന്നും കടലിലേക്ക് അക്ഷയ് കുമാർ എടുത്ത് ചാടുന്നുണ്ട്. ഈ സിനിമയിലൊക്കെ അക്ഷയ് കുമാർ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 26 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിനിടയിൽ പ്രശസ്ത റെസ്ലറായ ബ്രയാൻ ലീയെ എടുത്തുയർത്തി തോളിൽ വെച്ചുകൊണ്ട് സിമ്പിളായി അദ്ദേഹം നടന്നു വരുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ബ്രയാൻ ലീക്ക് 130 കിലോ ഭാരമുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ആ 130 കിലോ തോളിലെടുത്ത് വെച്ചിട്ടാണ് 26 വയസ്സുള്ള അക്ഷയ് കുമാർ അവിടെ അത്രയും വലിയ മാസ് കാണിക്കുന്നതെന്ന് ഓർക്കണം. എന്നാലും ഇയാൾ എന്ത് മനുഷ്യനാണല്ലേ. തൊട്ടടുത്ത വർഷമായ 1997 27 വയസ്സുള്ളപ്പോൾ ഇൻസാഫ് ദ ഫൈനൽ ജസ്റ്റിസ് എന്ന സിനിമയുടെ ഒരു ഭാഗത്തായി 12 നില കെട്ടിടത്തിൽ നിന്നും അക്ഷയ് കുമാർ നേരിട്ട് ചാടുന്നുണ്ട്. ഇതിന്റെ BTS വീഡിയോസും ഫോട്ടോസും ഇന്നും ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഓർക്കുക, 12 നില കെട്ടിടം എന്താലേ. എന്നാൽ ഈ സിനിമകളിലൊക്കെ ഇത്രയും വലിയ റിസ്ക് എടുത്ത് അദ്ദേഹം അഭിനയിക്കുമ്പോൾ പല ആളുകളും ഇതൊക്കെ ഡ്യൂപ്പിനെ വെച്ച് ചെയ്തതാണ്, ഇതൊക്കെ ഊടായ്പാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലും ആ വിമർശകരുടെ എല്ലാം വായടപ്പിക്കുന്ന ഒരു പരിപാടി അക്ഷയ് കുമാർ ചെയ്തിരുന്നു. വേറൊന്നുമല്ല, തെളിവ് ചോദിച്ച ആളുകൾക്ക് ലൈവായിട്ട് തെളിവ് കൊടുത്തു. പണ്ട് പുലിമുരുകനിൽ ലാലേട്ടൻ ചെയ്തത് ഡ്യൂപ്പാണെന്ന് പറഞ്ഞ് കുറെ ആളുകൾ ബഹളം വെച്ചപ്പോൾ ഒരു അവാർഡ് ഷോയിൽ വെച്ച് ലാലേട്ടൻ ലൈവായിട്ട് ഫൈറ്റ് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതേ പരിപാടിയാണ് അക്ഷയ് കുമാർ ഇവിടെയും ചെയ്തത്. കൊൽക്കത്തയിലെ തിരക്കേറിയ നഗരത്തിലെ വളരെ ഉയരത്തിലുള്ള ഒരു ബിൽഡിംഗിൽ നിന്നും തംസപ്പിന്റെ പരസ്യത്തിന് വേണ്ടി അക്ഷയ് കുമാർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും എടുത്തു ചാടി കാണിച്ചു കൊടുത്തു. പാർക്കറിംഗ് പോലുള്ള റിസ്കി പരിപാടികളാണ് അക്ഷയ് കുമാർ ലൈവായിട്ട് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് കാണിച്ച് തന്നെ കളിയാക്കിയവരുടെ വായടപ്പിച്ചത്. 1994 മൊഹറ എന്ന സിനിമയിൽ സുനിൽ ഷെട്ടിയുമായിട്ടുള്ള ഫൈറ്റ് മാത്രം കണ്ടാൽ മതി അക്ഷയ് കുമാറിന്റെ ഫിസിക്ക് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്ന് അറിയാൻ കഴിയും. ആ സിനിമയിലെ ഒരു ഭാഗത്തായി ഒരു വലിയ ബിൽഡിംഗിന്റെ മുകളിൽ നിന്നും അക്ഷയ് കുമാർ എടുത്ത് ചാടുന്നത് കാണുമ്പോൾ തന്നെ സിനിമ കാണുന്ന പ്രേക്ഷകരുടെ കൈയും കാലും വിറയ്ക്കും. അമ്മാതിരി പരിപാടിയാണ് പുള്ളി ആ പ്രായത്തിൽ ഒരു ഡ്യൂപ്പിന്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് റിസ്ക് എടുത്ത് ചെയ്തത്. 98 കീമത്ത് എന്ന സിനിമയിലെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ കാലിൽ പെട്രോൾ ഒഴിച്ച് അദ്ദേഹം സ്വയം കത്തിക്കുന്നുണ്ട്. കത്തിച്ചിട്ട് മിനിറ്റുകളോളം അദ്ദേഹം സിനിമയിലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ച് കാലിലേക്ക് തീ പടർന്നിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ? അതേ വർഷം പുറത്തിറങ്ങിയ ബറൂദ് എന്ന സിനിമയുടെ ടൈറ്റിൽ സോങ്ങിൽ അക്ഷയ് കുമാർ വളരെ നിസ്സാരമായി പറന്നുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്ററിൽ ഒറ്റക്കായി പിടിച്ചുകൊണ്ട് തൂങ്ങിയാടി വരുന്ന ഒരു സീനുണ്ട്. ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം വലിയ റിസ്ക് ആണ് അദ്ദേഹം അവിടെ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ലെവി എന്ന ജീൻസ് ബ്രാൻഡിന്റെ അഡ്വർടൈസ്മെന്റിൽ ഇതേ റിസ്ക് പരിപാടി അക്ഷയ് കുമാർ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും എന്താലേ, ഇയാൾക്ക് പേടിയൊന്നുമില്ലേ? ഇത്രയേറെ റിസ്ക് എടുത്ത് ഡ്യൂപ്പില്ലാതെ ആക്ഷൻ അഡ്വഞ്ചർ പരിപാടി ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് അക്ഷയ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ്: ജന്മന എന്റെ ശരീരത്തിന് നാച്ചുറലായി നല്ല ആരോഗ്യമുണ്ട്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും എന്റെ കൈയുടെ ഹാൻഡ് പവർ മികച്ചതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം ചിട്ടയായിട്ടുള്ള ഡെയിലി റൊട്ടീൻ, ആഹാരം, ഉറക്കം എന്നിവയെല്ലാം അദ്ദേഹത്തെ ഇത്ര വർഷമായിട്ടും ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുവെന്നാണ്. 90കളുടെ തുടക്കത്തിൽ ബോളിവുഡിലെ ഖാൻമാരെല്ലാവരും റൊമാന്റിക് സിനിമകൾ ചെയ്ത സമയത്ത് അഡ്വഞ്ചർ ആക്ഷൻ സിനിമകൾ ചെയ്ത അക്ഷയ് കുമാറിന് 50 വയസ്സ് കഴിഞ്ഞിട്ടും തന്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് റിസ്ക് എടുത്ത് ആക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സമീപകാലത്തെ പല TV ഷോകളിൽ ബോളിവുഡിലെ തന്റെ സമപ്രായക്കാരായ സെയ്ഫ് അലി ഖാൻ, അജയ് ദേവഗൺ പോലുള്ള നടന്മാരെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അക്ഷയ് കുമാറിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് അദ്ദേഹം ലൈവായി തെളിയിച്ച് കാണിച്ചു കൊടുത്തത്. സൂര്യവംശി എന്ന സിനിമയിൽ ഹെലികോപ്റ്ററിൽ നിന്നും റോപ്പിൽ തൂങ്ങി താഴേക്ക് വരുന്നതും, ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന സിനിമയിൽ കാലിന് പരിക്ക് പറ്റിയിട്ടും ലൈവായി ഡ്യൂപ്പില്ലാതെ ബൈക്ക് സ്റ്റണ്ട് ചെയ്തതും, ഹോളിഡേ സിനിമയിൽ ഡ്യൂപ്പിനെ വെക്കാതെ ആക്ഷൻ ചെയ്തതും, റൌഡി റാത്തോറിൽ ഉയരമുള്ള ബിൽഡിംഗിൽ നിന്നും താഴേക്ക് ചാടുന്നതും അക്ഷയ് കുമാറിന് നടന്ന് ഈ പ്രായത്തിലും റിസ്ക് എടുക്കാനുള്ള ധൈര്യമുണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. സിനിമയിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും അക്ഷയ് കുമാർ ഹീറോയാണ്. ബോളിവുഡിൽ ആണും പെണ്ണുമായ 650ഓളം സ്റ്റണ്ട് ആർട്ടിസ്റ്റിന് ആജീവനാന്ത ഇൻഷുറൻസ് അക്ഷയ് കുമാർ തന്റെ പോക്കറ്റിലെ പൈസ ഉപയോഗിച്ച് നൽകുന്നുണ്ട്. ഓരോ സ്റ്റണ്ട് ആർട്ടിസ്റ്റിന് 6 ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ വേണ്ടി വർഷത്തിൽ 1.25 കോടിയോളം പ്രീമിയം മാത്രമായിട്ട് അക്ഷയ് കുമാർ അടയ്ക്കുന്നുണ്ട്. 2021 തുടർച്ചയായ 5 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ടാക്സ് കൃത്യമായി അടച്ച സെലിബ്രിറ്റി എന്നുള്ള ഖ്യാതിയും സർക്കാർ അക്ഷയ് കുമാറിന് നൽകിയിരുന്നു.
അതേസമയം തന്നെ ഫോബ്സ് മാഗസിന്റെ ലിസ്റ്റിൽ ഹയസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റി, ഹയസ്റ്റ് പെയ്ഡ് ആക്ടറായും അക്ഷയ് കുമാറിനെ അവർ തിരഞ്ഞെടുത്തിരുന്നു. അഭിനയിക്കാൻ അറിയില്ല, റീമേക്ക് സ്റ്റാർ എന്നുള്ള പേരിൽ അക്ഷയ് കുമാറിനെ ഒരുപാട് ആളുകൾ ഇന്നും കളിയാക്കുമെങ്കിലും 30 വർഷത്തിലധികം ഇന്ത്യൻ സിനിമയിൽ കൺസിസ്റ്റന്റ് ആയി അധികം സേഫ്റ്റി മെഷർ ഉപയോഗിക്കാതെ, ഡ്യൂപ്പിനെ വെക്കാതെ ഒറ്റ ഷോട്ടിൽ റിസ്ക് എടുത്ത് അഡ്വഞ്ചർ ആക്ഷൻ ചെയ്യുന്ന മറ്റൊരു ബോളിവുഡ് നടനില്ല എന്ന് നിസ്സംശയം പറയാം. അക്ഷയ് കുമാറിന്റെ ഈ ഒരു ധീരമായ പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.